സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയർന്നു വന്നത്. മാത്രമല്ല നിരവധി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. കല്ലട ബസ്സിലെ ക്രൂരതകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഒരു ആക്രമണം നടന്നുവെന്ന് പോലീസിനെ അറിയിച്ചാൽ പകരം എത്തുന്നത് ഗുണ്ടകളാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത്. ബംഗളൂരു യാത്രയ്ക്കിടെ വൈറ്റിലയിൽ കല്ലട ബസ് ജീവനക്കാരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ യുവാക്കളുടെ സഹായ അഭ്യർത്ഥന പോലീസ് ഇപ്പോൾ അവഗണിച്ചു എന്നതാണ് ഏറ്റവും വലിയ പരാതി. ഇവർ പോലീസ് സഹായം തേടി ഫോണിൽ വിളിച്ചപ്പോൾ പോലീസ് വാഹനം എത്തിയെങ്കിലും സഹായിക്കാൻ മുതിരാതെ സ്ഥലത്ത് തുടരുവാനും തുടർന്ന് വരാമെന്ന് പറഞ്ഞ് വാഹനം വിട്ടു പോയതായും ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. പേടിച്ച് ATMൽ ഒളിച്ചെങ്കിലും പോലീസ് പോയതിനു പുറകെ ഗുണ്ടകളെത്തി വീണ്ടും ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾ ഉള്ള സ്ഥലം അക്രമികൾക്ക് പോലീസാണ് പറഞ്ഞു കൊടുത്തതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നത്. ഇവർ ഈറോഡ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലായുള്ളത്. അക്രമികൾക്ക് പിന്നാലെ വീണ്ടും സ്ഥലത്തെത്തിയ പോലീസ് ഗുണ്ടകൾക്കൊപ്പം ചേർന്നാണ് സംസാരിച്ചത്. സഹായിക്കുന്നതിനോ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ ഇവർ തയ്യാറായില്ല. പകരം ഓട്ടോറിക്ഷയിൽ തൃപ്പൂണിത്തറയിലേക്ക് പോകാനാണ് ഇവർ ആവശ്യപ്പെട്ടത്. പോലീസ് ഗുണ്ടകളെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തതെന്നും ഇതോടെ വീണ്ടും ആക്രമണം ഉണ്ടാകും എന്ന ഭീതിയിൽ ഇടപ്പള്ളിയിലെത്തി അവിടെയുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ ഊബർ വിളിച്ച് ആലുവയ്ക്ക് പോയി എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. തുടർന്നാണ് ഇവർ ഈറോഡിലേക്ക് പോയതെന്നും പറയുന്നു. ആക്രമിക്കാൻ എത്തിയ എല്ലാവരും മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു എന്ന ഒരു ആരോപണമാണ് ബസ് ഉടമ പരാതിയിൽ ആരോപിക്കുന്നത്. ഇവർ ഹരിപ്പാട് വെച്ച് പോലീസിനോട് സംസാരിക്കുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അറിയാമായിരുന്നല്ലോ എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അതിവിടെ നിർണായകമാവുകയാണ്. വിദ്യാർത്ഥികൾ ഹരിപ്പാട് വെച്ച് ജീവനക്കാരിൽ ഒരാളെ ആക്രമിച്ചതായാണ് കൗണ്ടർ പരാതിയിൽ ഇവർ വെളിപ്പെടുത്തുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ബസ് യാത്രക്കാർ പോലും പറയുന്നത്. കൊച്ചിയിൽ നടന്ന ആക്രമണ സംഭവം വാർത്തയായതോടെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അക്രമികൾക്കെതിരെ കേസിട്ടതെന്നും നിർണായകമാകുന്നു. കൃത്യമായ മൊഴി ലഭിച്ചാൽ മാത്രമേ നടപടി സ്വീകരിക്കാനാകൂ എന്നാണ് പോലീസ് ആദ്യം സ്വീകരിച്ച നിലപാട്. സംഭവവുമായി ബന്ധപ്പെട്ട അക്രമികളുടെ വിവരങ്ങൾ എടുക്കുന്നതിനായി വൈറ്റിലയിലെ മാനേജരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ബസ് പിടിച്ചെടുക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പോലീസ് ബസ് പിടികൂടുന്നതിനും പ്രതികളെ കൊണ്ടുപോകുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും കമ്മീഷണർ പറയുന്നുണ്ട്. അതേസമയം ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.